നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. പണമില്ലാത്തവർക്ക് പോലും അഥവാ ചെറിയ രീതിയിലുള്ള ശമ്പളം കൈപ്പറ്റുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അവർ കൈപ്പറ്റുന്ന ശമ്പളത്തിൽ നിന്നും നല്ലൊരു തുക ബസ് കൂലി ഇനത്തിൽ പോകുന്നതിനാൽ അവർക്കെല്ലാം ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രിയദർശിനി സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായി KSRTC ചില ട്രിപ്പുകൾ നടത്തിയത്. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ബസ്സുകൾ തുടങ്ങിയത്. കേരളത്തിലെമ്പാടും ഈ സൗജന്യ യാത്രയുടെ ഗുണഫലങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുകയും ചെയ്തു. KSRTCക്ക് നാൾക്ക് നാൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാണ് KSRTC ബസ്സുകൾ പ്രിയദർശിനി പദ്ധതിയിലൂടെ ഓടുന്നതെങ്കിലും കേരളത്തിലെ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസകരമായ ഒരു പദ്ധതി തന്നെയാണ്. വളരെ താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, അതായത് 10,000 അല്ലെങ്കിൽ 12,000 15,000 രൂപ ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുന്ന സ്ത്രീകൾ അതിൽ നിന്നും ഒരുപക്ഷെ 3,000 3,500 4,000 വണ്ടിക്കൂലി ഇനത്തിൽ മാസം മാറ്റേണ്ടി വരുമ്പോൾ വളരെ തുച്ഛമായ തുക തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത്തരക്കാർക്ക് കൂടി, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നതിന് വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ പേരിൽ യാത്ര മുടങ്ങുന്ന സ്ത്രീകൾക്ക് വേണ്ടി മറ്റേതെങ്കിലും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലോ സന്ദർശിക്കുന്നതിന് വേണ്ടി വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ പേരിൽ യാത്ര മുടങ്ങുന്ന സ്ത്രീകൾക്കൊക്കെ വേണ്ടിയാണ് പ്രിയദർശിനി യാത്ര, സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ചത്. നാളിതുവരെ അത് ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻകാരും അതുപോലെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുമെല്ലാം വളരെ വിയോജിപ്പോടുകൂടി പ്രതിഷേധത്തോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രതിഷേധവും പ്രതികരണവുമെല്ലാം അർത്ഥവത്ത് തന്നെയാണ്. കാരണം KSRTC ബസ്സുകൾ ഇതുപോലെ സൗജന്യമായി യാത്ര അനുവദിക്കുമ്പോൾ പരിമിതമായ ആളുകൾ മാത്രമായിരുന്നു ഈ പ്രൈവറ്റ് ബസ് സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ വരുമാനം പോലും ഇല്ലാതെ ആയിരിക്കുന്നു KSRTC സൗജന്യ യാത്ര വന്നതോടുകൂടി സാധാരണ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകളിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീ തൊഴിലാളികളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും സ്ത്രീകളുമെല്ലാം ഈ KSRTC സൗജന്യ യാത്രയിലേക്ക് മാറിയതോടുകൂടി പ്രൈവറ്റ് ബസ് ഉടമകളും തൊഴിലാളികളുമെല്ലാം പട്ടിണിയിലാവുന്ന അവസ്ഥയാണ് വന്നു ചേർന്നത്. ഇത് സർക്കാരിനെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടത്ര രീതിയിലുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനം ചെയ്തതുമായിരുന്നു. എന്നാൽ പത്തനംതിട്ട MP ആൻഡോ ആൻ്റണി ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ പരിപാടി പ്രിയദർശിനി യാത്ര ഇന്നാണ് പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചത്. അവിടെ നിന്നും റാന്നിയിലേക്കും അല്ലെങ്കിൽ മലയോര ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഓടുന്ന പ്രിയദർശിനി ബസ് ഇന്ന് ബ്ലൂ ലൈൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ് സംഘടന തടയുകയായിരുന്നു. ബ്ലൂ ലൈൻ എന്ന് പറയുന്ന ബസ് ആണ് അതിലൂടെ ഇത്രയും നാളും സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്ര വരുന്നതോടുകൂടി ഈ ബ്ലൂ ലൈൻ ബസ് ഉടമകളുടെ സഞ്ചാരത്തിൽ ആളുകൾ കുറയും, ആ യാത്രകൾ മുടങ്ങും, ട്രിപ്പ് തന്നെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ചൂണ്ടിക്കാണിച്ച് പ്രിയദർശിനി യാത്ര ബ്ലൂ ലൈൻ ബസ് ഉടമകളും തൊഴിലാളികളും ചേർന്ന് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര വണ്ടി തടയുന്നതിന് വേണ്ടി ബ്ലൂ ലൈൻ മുതലാളിമാർക്ക് എന്ത് തരത്തിലുള്ള അധികാരമാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും ചോദിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബ്ലൂ ലൈൻ ബസ് ഉടമകളോ തൊഴിലാളികളോ പ്രിയദർശിനി ബസ് തടഞ്ഞിട്ടില്ല. പകരം ആ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്ക് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടോ, കൃത്യമായ റൂട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ, മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി ഇവർക്ക് റൂട്ട് അനുവദിക്കപ്പെട്ടതാണോ, പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടി ബസ് തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ബ്ലൂ ലൈൻ ബസ്സിൻ്റെ ഉടമകളും അതുപോലെ അതിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വ്യക്തമാക്കിയത്. അതെന്ത് തന്നെയായാലും പത്തനംതിട്ട റാന്നി മേഖലയിൽ മലയോര ഗ്രാമ മേഖലയിൽ ഓടുന്ന 2 പ്രിയദർശിനി ബസ്സുകളാണ് ഇക്കുറി അവിടെ ഇന്ന് നടാടെ ഈ MP ആൻഡോ ആൻ്റണി ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടന ദിവസം തന്നെ ബസ് തടയുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള ധാർഷ്ട്യം തന്നെയാണ്. ഞങ്ങളുടെ ബസ് ഓടുമ്പോൾ അവിടെ സർക്കാരിൻ്റെ ബസ്സുകൾ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തരത്തിലാണ് ബ്ലൂ ലൈൻ ഈ ബസ്സിൻ്റെ ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ബ്ലൂ ലൈൻ ഉടമകൾക്കെതിരെ
നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വവും ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും സർക്കാർ നടത്തുന്ന സൗജന്യ സർവീസുകൾ സ്ത്രീ യാത്രക്കാർക്ക് ഉപകാരമാകുന്നത് പോലെ തന്നെ പ്രൈവറ്റ് ബസ് ഉടമകൾക്കും ബസ്സിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രൈവറ്റ് ബസ് ഉടമകളുടെയും പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും എല്ലാം ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് സർക്കാർ കൃത്യമായി തന്നെ ഒരു പദ്ധതി രൂപപ്പെടുത്തുമെന്നും ആ പദ്ധതി പ്രകാരം പ്രൈവറ്റ് ബസ് മുതലാളികളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഏത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും സർക്കാർ നിയോഗിച്ചിരിക്കുന്ന സർക്കാർ നിർദ്ദേശത്താൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പ്രിയദർശിനി സൗജന്യ യാത്ര മുടക്കുവാനോ ആ ബസ് തടയുവാനോ ഏത് ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും അർഹതയില്ല, അധികാരമില്ല എന്നുകൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ബസ് അത്തരത്തിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല, നിയമരാഹിത്യം തന്നെയാണ്. അതിനെതിരെ നടപടി ആവശ്യമാണ്. മറിച്ച് പ്രിയദർശിനി യാത്രാ സൗജന്യം സ്ത്രീകൾക്ക് വേണ്ടി ഏർപ്പെടുത്തുമ്പോൾ പ്രൈവറ്റ് ബസ് തൊഴിലാളികളെയും ബസ് ഉടമകളെയും എല്ലാം അത് എത്രത്തോളം സാമ്പത്തിക നഷ്ടത്തിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സർക്കാരും മനസ്സിലാക്കും. ഉചിതമായ നടപടിയും സ്വീകരിക്കണം. പ്രിയദർശിനി സൗജന്യ യാത്ര നടത്തുമ്പോൾ അതിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാനുള്ള അവസരം പോലെ തന്നെ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അവരുടെ ബസ് സർവീസ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും സർക്കാർ ഒരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.